അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് പരിതാപകരം തന്നെയാട്ടോ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ഫ്രൂട്ടാണ്, കിന്നു എന്ന് പറയുന്നത് ഇത് കേട്ടോ. ശരിക്കും ഫാം ഫ്രഷ് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ ഓറഞ്ചിനെക്കാട്ടിയും ജ്യൂസാണ്, നാടൻ ഓറഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ഓർഗാനിക് ആണ്, നമ്മളിവിടെ തന്നെ പിടിക്കുന്നതാണ്. പിന്നെ കോളിഫ്ലവറും അത് ഒരുപാട് കിട്ടുന്ന ഒരു സമയമായപ്പോൾ അലുഗോപിക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ രാവിലത്തെ അങ്കൂന് സ്കൂളിൽ പോകാനുള്ള പരിപാടിയൊക്കെ ഒരുവിധം ഞാൻ ഒതുക്കി. ഞാൻ പറഞ്ഞല്ലോ, കാലാവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു ചെറിയ എന്താ പറയുക, നമ്മുടെ അസ്ഥിക്ക് പിടിക്കുന്ന തണുപ്പ് എന്ന് പറയാം, ആ രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്കു ദേ റെഡി ആവുകയാണ്. അവൻ ഇന്ന് സ്കൂൾ അടയ്ക്കുക, വിൻ്റർ വെക്കേഷൻ ആണ്. അപ്പോൾ വിൻ്റർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 4-5 ദിവസം അവർ കൊടുക്കത്തുള്ളൂ. പിന്നെ ജാനുവരി 1-ാം തീയതി മുതൽ ഗവൺമെന്റിന്റെ ഒരു അവധി പ്രഖ്യാപിക്കും. അതിനുശേഷം ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഇവരുടെ സ്കൂളിന് ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല, ഇനി ഗവൺമെന്റ് അങ്ങനൊന്നും വെക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റുമായിരിക്കും. അങ്ങനെ അങ്കുതേ ഫുള്ളി പാക്ഡ് ആയിട്ട് ഇറങ്ങുകയാണ്. കഷ്ടം തോന്നും കേട്ടോ. ഞാൻ ശരിക്കും 2 ദിവസം വിട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവന്റെ അറ്റൻഡൻസ് ഒത്തിരി കുറവാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുറച്ച് പ്രശ്നമോ, എക്സാം ഒക്കെ എഴുതിക്കാനൊക്കെ, ഫൈനൽ എക്സാം, അതുകൊണ്ടാണ് വിടുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടോ. അപ്പം പോയപ്പോൾ 5 ഡിഗ്രി ആയിരുന്നു, 8-10 ആകാൻ പോകുന്നു. അങ്ങനെ അവൻ ഇറങ്ങി. അവന് കൊടുത്തു വിട്ടത് ഞാൻ ദോശയാണ്. വളരെ കഷ്ടപ്പെട്ട് പുളിപ്പിച്ചെടുത്തു. നമുക്ക് ദോശയൊക്കെ കഴിക്കാതെ പറ്റത്തില്ല, എത്ര തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും. ഇടയ്ക്ക് 1-2 ദിവസമെങ്കിലും ദോശ കഴിക്കാതെ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അതേ ദോശയും പിന്നെ കുറച്ച് ചിക്കൻ കറി തലേ ദിവസം ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരുന്നത് നേരത്തെ ഉള്ള അതും കൂടെ ആയിരുന്നു. പിന്നെ കുറച്ച് നട്ട്സും വെച്ച് കൊടുത്തു, ഒരു ഓറഞ്ചും ഒക്കെ വെച്ച് കൊടുത്തു. നമ്മുടെ കിന്നു ഇല്ലേ, അതൊക്കെ തന്നെ ആയിരുന്നു അവൻ്റെ ടിഫിൻ. കാരണം അവിടെ ചെല്ലുമ്പോഴും പിള്ളേർക്ക് തണുപ്പത്ത് കുറച്ച് വിശപ്പും കാര്യങ്ങളൊക്കെ കാണും. എന്തെങ്കിലും മഞ്ച് ചെയ്യട്ടെ, സ്നാക്ക് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് സംഭവങ്ങൾ ഇതേ സെറ്റാക്കി വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടോടുകൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ അവൻ ഇറങ്ങി. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിവിടെ രാക്കയുടെ വകയൊരു കേക്കൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ, പ്ലം കേക്ക്. അതിൻ്റെ വിശേഷം ഞാൻ ഇട്ടേക്കായി വീഡിയോയിൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരുന്നതാ. അത് പക്ഷേ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല കിടിലമായിട്ടൊരു കേക്ക് കിട്ടി. അപ്പോൾ വലിയ രീതിയിൽ ഒരു ആഘോഷമൊന്നും ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസിന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ന്യൂ ഇയർ പിന്നെ ആഘോഷിക്കും. നമ്മുടെ നാട്ടിലാണ് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഒരുപാട് അടിപൊളി ആക്കി ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്കു പോയതിന് ശേഷം ഞങ്ങൾ ഒരു ചായ കുടിച്ചു. 2ാമത്തെ ചായയാണിത്. ഒരാൾക്ക് ഇറങ്ങുന്നതിന് മുന്നേ 2 ചായ കുടിക്കും ഇപ്പോൾ. അപ്പം നമ്മുടെ ഉള്ളി ഒക്കെ കിളിച്ച് സ്പ്രിങ് ഒണിയനായിട്ട് നിൽപ്പുണ്ട്. ഇനി ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ തണുപ്പ് സമയത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ ശരിക്കും പെട്ടുപോകും. ഈ സമയത്ത് ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി നിന്നാൽ കുറച്ച് പണിയാകും. അങ്ങനെ രാക്കയും ഓഫീസിൽ പോയാലേ പറ്റത്തുള്ളൂ. ഇറങ്ങി 9 മണി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കോട്ടും സൂട്ടും എല്ലാം പൊതിഞ്ഞ് ഇട്ടേ പറ്റത്തുള്ളൂ. നമുക്ക് ആകെ ഒരു മന്ദപ്പാണ് ഈ ഒരു ടൈമിൽ. ഞാൻ പറയല്ലോ, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ മെയ്ഡും വന്നു പോയി. അതിനുശേഷം ഞാൻ കുറച്ച് സാമ്പാർ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വെച്ചു. പിന്നെ ഗോപി ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ആലു ഗോപി ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ കിട്ടുന്ന നമ്മുടെ പപ്പടം ഉണ്ടല്ലോ, ലിച്ചഡ് പാപ്പഡ്, അതും പൊരിച്ചു വെച്ചു. പിന്നെന്താ, കുറച്ച് മഷ്റൂമും ക്യാപ്സിക്കവും ഇരുന്നത്, അതൊന്ന് മെഴുക്ക് വരട്ടി. ഒരു എന്താ പറയുക, ഫിഷ് ഫ്രൈക്ക് വരെ അതാകട്ടെ എന്ന് വെച്ചിട്ട് ചോറും. അങ്ങനെ നമ്മുടെ സാമ്പാറും ഉള്ള പച്ചക്കറിയൊക്കെ ഇട്ടിട്ട്, മാക്സിമം പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കും. പിന്നെ ചിക്കൻ ചൂട് കിട്ടുന്ന സംഭവം, മുട്ട, അതൊക്കെ കഴിക്കാൻ നമുക്ക് ചൂടും തരും. ചൂടോടെ ലഞ്ചും. ഈ തണുപ്പത്ത് നമ്മൾ ചെയ്താലൊരു പോക്കിനങ്ങ് ചെയ്യും, ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമല്ല, എൻ്റെ കൂടുതൽ സമയം ഫ്രണ്ടിലെ സോഫയിലാണ്. അവിടെ കിടക്കും, ഇരിക്കും, TV കാണും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞല്ലോ, പ്ലം കേക്ക്, അത് ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കാരമലൈസ് ഒക്കെ ചെയ്തിട്ടാണ്. എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ, ഞാൻ ഇതൊരു ഉണ്ടാക്കിയിട്ടില്ല. രാക്കെ ഇതിൽ എക്സ്പെർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, സോക്ക് ചെയ്ത് വെച്ച നമ്മുടെ റൈസിൻസും പ്ലംസ് എന്തൊക്കെയാണെന്ന് ഞാൻ അങ്ങ് മറന്നുപോയി. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്, അങ്ങനെ അടച്ച് വെച്ചിരുന്നു. ഒട്ടും കേടായിട്ടില്ല കേട്ടോ. റമ്മിലോ ബ്രാൻഡിലോ എന്താണ് ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതാണിത്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ കാരമലൈസ്ഡ് ഷുഗറും മൈദയും ഒരു രീതിയിലാണല്ലോ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ പഞ്ചസാരയും ചേർക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ബുദ്ധിമുട്ടിക്കുന്നില്ല. രാക്കയുടെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന്
ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്കൊന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നില്ല. രാക്കയുടെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ അതിൻ്റെ അളവൊക്കെ തെറ്റിയാൽ പ്രശ്നമാവും. എന്നിട്ട് മുട്ടയൊക്കെ ബീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കാനായിട്ട് ഓരോ പ്രോസസ്സിൽ ഞാൻ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിലും രാക്ക ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഞാൻ പോയി നിന്നു. ബാറ്ററൊക്കെ അതേ ഒരുവിധം റെഡിയായി. നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. രാക്ക എക്സ്പേർട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ, പക്ഷെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഞാൻ ആ ബീറ്ററിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നക്കി നോക്കി. ഇപ്പോൾ ചെറിയൊരു ചവർപ്പുണ്ട്, എന്നെ ഒരു ടേസ്റ്റും ഉണ്ട്. എന്തായാലും നല്ല കേക്കായിരുന്നു. അത് ഞാൻ ഫൈനലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതേ ഗ്രീസ് ചെയ്യുന്ന കണ്ടോ. ഞാൻ പറഞ്ഞല്ലോ രാക്കയെ കുറേ ടൈം എടുക്കും. ഞാനാണെങ്കിൽ പടപടേന്ന് ഉണ്ടാക്കിയെടുക്കും. രാക്കയ്ക്ക് കുറേ ടൈം വേണം. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം രാക്കയെ കിച്ചണിൽ കയറ്റാൻ. എന്നാലേ നമ്മുടെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് നടക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് ശേഷമാണ് രാക്കയെ കയറിയത്. അപ്പോൾ കേക്ക് ടിന്നിൽ ഒഴിച്ചു, റീഹീറ്റ് ചെയ്ത അവനിലേക്ക് വെച്ചു. ഒരു 45 മിനിറ്റ്സ് 150 ഡിഗ്രിയാണ് നമ്മുടെ അവൻ്റെ ഒരു ചൂടെന്ന് പറയുന്നത്. ചിലർക്ക് 180 വരെ വേണ്ടി വരും. അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റായി നല്ലതായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും രാത്രിയായി അത് ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സെറ്റായി കിട്ടിയപ്പോൾ. സൂപ്പറായിട്ടുണ്ട് രാക്ക, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇതായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് ഹോം മെയ്ഡ് പ്ലം കേക്ക്. അങ്കു രാക്കയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ടിന്നിങ്ങനൊക്കെ കഴിക്കുന്നതാണ് അവന് ഇഷ്ടം. അതിനൊരു പ്രത്യേക ടേസ്റ്റും കേട്ടോ. എനിക്ക് ആദ്യം കൊണ്ട് തന്നു. അപ്പോൾ നമുക്ക് മുറിക്കാം. കേക്ക് മുറിച്ച് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹോം മെയ്ഡ് പ്ലം കേക്ക്. ഞാൻ ശരിക്കും കിടന്നായിരുന്നു കേട്ടോ. ഒരു മയക്കം കഴിഞ്ഞപ്പോഴാണ് സംഭവം ദേ കൊണ്ട് വന്നത്. അത് കേക്ക് പീസ് ചെയ്ത് കഴിച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സംഭവം നല്ല കിടിലായിട്ടുണ്ട്. ആകമൊക്കെ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈക്രോവേവിൽ ഉണ്ടാക്കുമ്പോൾ ആ ചൂട് നന്നായിട്ട് നോക്കണം കേട്ടോ. കറക്റ്റ് ആ ഒരു ചൂട് ഈ പ്ലം കേക്കിന് സ്പെഷ്യലി ഇല്ലെങ്കിൽ അത് റെഡി ആകത്തില്ല. സാധാരണ നമ്മുടെ വാനില സ്പഞ്ച് പോലൊന്നും അല്ല ഇത്. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഉണ്ടാക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മൈക്രോവേവിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴാണ് നമ്മുടെ മൈക്രോവേവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ. മൈക്രോവേവ് ഞാൻ ഉദ്ദേശിച്ചത് കൺവെക്ഷൻ ഓവൻ ആട്ടോ. ഞാൻ ഇലക്ട്രിക് ഓവനിലാണ് ഉണ്ടാക്കിയത്. അതാണ് നന്നായിട്ട് കേക്ക് കിട്ടുന്നത്. പിന്നെ രാത്രിയിൽ നമ്മുടെ കോഫി ഹൗസിൽ നിന്ന് നമ്മൾ ബിരിയാണിയും എന്താ ഓരോരുത്തർക്ക് ഇഷ്ടം അതിനനുസരിച്ച് വാങ്ങി. വേറൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബിരിയാണി, എനിക്ക് ബിരിയാണിയും സാലഡും, രാക്കയ്ക്ക് ചില്ലി ഗോബി ഇഷ്ടമുണ്ട്, രാക്കയ്ക്ക് അത്, അങ്കൂന് മട്ടർ പനീർ, അങ്ങനെ ഓരോന്ന്. അപ്പം ഞാൻ എൻ്റെ ബിരിയാണി ആദ്യം പൊട്ടിച്ചു. കുറേ ചോറും നല്ല രീതിയിൽ ചിക്കൻ കഷ്ണവും കാണും. ഇനി ഇവിടുത്തെ സ്റ്റൈലിലെ ബിരിയാണി ഒരു ഹൈദരാബാദി നോർത്ത് ഇന്ത്യൻ മിക്സ് ആയിരിക്കും. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഫി ഹൗസിൽ അവരുടെ ബിരിയാണി ഒരു മുട്ട, എന്തായാലും ചിക്കൻ ബിരിയാണി ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട കാണും, റൈത്ത കാണും. അപ്പം ഞാൻ പകുതി എടുത്തിട്ടപ്പോൾ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയുള്ള സാലഡ് ഞാൻ കാണിച്ചു തരാം. മലയാളീസാണ് അവിടെ കുക്ക്, മെയിൻലി മലയാളി ആന്ധ്രയുമാണ് അവിടുത്തെ കുക്ക്. അപ്പം മലയാളി സ്റ്റൈലിലുള്ളൊരു സാലഡായിരുന്നു കേട്ടോ ഉണ്ടാക്കി തന്നത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ്. അങ്കൂൻ്റെ ഇഷ്ടം മട്ടർ പനീർ ആയതുകൊണ്ട് ഇപ്പം മട്ടറും നല്ലതായിട്ട് കിട്ടുന്ന സീസണാണ്. നമ്മളത് വാങ്ങിച്ചു തുടങ്ങിയില്ല. സാഗ്, മട്ടർ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്കൂന് മട്ടർ പനീർ വാങ്ങിച്ചു. പിന്നെ അല്ലാതെ റൊട്ടി, അവരുടെ റൊട്ടി നല്ല വലിയ റൊട്ടി കേട്ടോ. നല്ല ബട്ടറൊക്കെ തേച്ചിട്ട് വേറൊരു സ്റ്റൈലാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ കടായി പനീർ വാങ്ങിച്ചു. ഇതൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചാന്ന് വെച്ചാലേ ബാക്കി എന്തായാലും വരുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനും എളുപ്പമാണ്. പിന്നെ രാക്കേ സ്പെഷ്യൽ ചില്ലി ഗോബി. രാക്കേ ഇതിൻ്റെ ഫാനാ. ഇവിടെ പിടിച്ച ഫാം ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ നാരങ്ങകളാട്ടോ ഇത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളുടെ വക നേർന്നു കണ്ട ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.